ശ്രീ ദാമോദർ പ്രസാദ്, എന്തുകൊണ്ടാണ് CPM ശക്തമായി പ്രതികരിക്കാത്തത്, സർക്കാർ കേസെടുക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ലീഗ് ഉയർത്തിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. വെള്ളാപ്പള്ളി എന്ന പേരുപയോഗിച്ച് വിമർശിച്ചത് M സ്വരാജ് മാത്രമാണ് CPM നിന്ന്. അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അദ്ദേഹം 2 മണിക്കൂർ മുമ്പിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ്. ശ്രീനാരായണ ഗുരുവും SNDP യോഗം ഉയർത്തിയ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിത്. മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിയായ VN വാസവനും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അത് കൃത്യമായി നടപ്പാക്കുന്ന നേതാവ് എന്നാണ് വെള്ളാപ്പള്ളിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കുമാരനാശിനേക്കാൾ ആ കസേരയിലിരുന്ന ആ നേതാവിനെ വാനോളം പുകഴ്ത്തുന്ന നമ്മളെല്ലാം കേട്ടതാണല്ലോ. അപ്പോൾ ഇന്ന് VN വാസവന്റെ പുകഴ്ത്തലും കേട്ടു. അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിശ്രമകാലത്തും. എന്താണ് ഇതിനർത്ഥം? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു വർഗീയവാദിയെ ഇവിടുത്തെ മന്ത്രിമാർ, ഒരു സർക്കാർ എൻഡോസ് ചെയ്യുന്നത്? സ്മൃതി തുടക്കം തന്നെ പ്രകാശ് മാഷ് ചോദ്യം വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചു വെള്ളാപ്പള്ളി. എന്തുകൊണ്ട് വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് സ്മൃതി കൃത്യം ഡിഫൈൻ ചെയ്തു. അപരമത വിദ്വേഷം പറയുന്നത് ആരും വർഗീയവാദി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മതേതരമായ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ്, പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് വർഗീയവാദി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറയല്ല, വളരെ ആസൂത്രിതമായിട്ടൊരു പാറ്റേണിൽ വളരെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വർഗീയവാദി തന്നെ. അതിൻ്റെ വിദ്വേഷ പ്രസംഗത്തിൽ ശശികലയും VC ജോർജിനെയും അതിവർക്കുന്ന വിധത്തിൽ വിദ്വേഷ പ്രചരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങൾ കരുതി കൂട്ടി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വിദ്വേഷ പ്രചരണം മാത്രമല്ല, അപരമത വിദ്വേഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിദ്വേഷം തന്നെയാണ് കേരളത്തിൽ പ്രചരിക്കുന്നത്. അതായത് ഇതിനെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇസ്ലാം ഭീതി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയാണ് കേരളത്തിൽ ആസൂത്രിതമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തൻ്റെ വ്യക്തിഗതമായിട്ട് അഭിപ്രായമായിട്ട് മാത്രം കാണുന്നതില്ല, വളരെ അതായത് കേരള സമൂഹത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാര്യം അദ്ദേഹത്തിന് BJP ബന്ധവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ BJDS പ്രസ്ഥാനം, അതിന് BJP ബന്ധവും RSL ബന്ധം വളരെ കൃത്യമാണ്. ഇത് അറിയുന്ന ആൾ തന്നെയാണ് പിണറായി വിജയനും പ്രകാശം മാഷും ഗോവിന്ദൻ മാഷും സ്വരാജും CPM എല്ലാം തന്നെ. എന്നിട്ടും VN വാസനും എന്നിട്ടും ഈ വ്യക്തിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെയും ശ്രീനാരായണ ആശയങ്ങളുടെയും SNDPയുടെയും മഹത്വത്തെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ CPM കേരള ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കേരള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകമായൊരു പഠന ക്ലാസ്സിൻ്റെ പ്രത്യേകമായൊരു പഠന ക്ലാസ്, സ്റ്റഡി ക്ലാസ് ആണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തില്ല. അവർ ചിലപ്പോൾ അറിയില്ലായ്മയുണ്ട്. കാര്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനക്ക് അറിയേണ്ട, പക്ഷേ കേരള സമൂഹത്തെ പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് ആ കാര്യമൊക്കെ അതൊക്കെ ഒരു വലിയ അത്ര ഇതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വർഗീയത പ്രചരിപ്പിക്കുന്ന വർഗീയവാദി എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ഒരു കാരണവശാലും നവോത്ഥാന സംരക്ഷണത്തിൻ്റെ തലപ്പത്തിരിക്കാൻ യാതൊരു അർഹനല്ലാത്തൊരു മനുഷ്യനെ ആസനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല, നീക്കാൻ തന്നെ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ വർഗീയത ആസൂത്രണം പ്രചരിപ്പിക്കുകയും അത് കേരള സമൂഹത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുക നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഇത് കേരളത്തിൽ, ഇന്ത്യയിലെ പുറത്ത് പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. സാമുദായിക സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ്. എങ്ങനെയാണ് ഹിന്ദു ഏകീകരണത്തിൽ പോയി ഇന്നിപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഇപ്പോൾ കാസേ പോലെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇവരും കൂടി ചേർത്തുകൊണ്ട് മുസ്ലിം വിദ്വേഷം പ്രചരിച്ച് മുസ്ലിം സമൂഹത്തെയും ഒരു പ്രത്യേക നമ്മുടെ മലപ്പുറം ജില്ലയും നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയും വിദ്വേഷ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടാണ് ഇത് ആസൂത്രണമായി ചെയ്യുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രോജക്റ്റാണ്. ഇങ്ങനെ കേരളത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്ക് കിട്ടും നമുക്ക് തന്നെ അറിയാം. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് കിട്ടിയുള്ള തെറ്റിദ്ധാരണ CPM ഉണ്ടെങ്കിൽ ആ CPM തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. കാര്യം അത്യന്തികമായി CPM നേരിടാൻ പോകുന്ന പരാജയം കൂടിയായിരിക്കും. അതുകൊണ്ട് വർഗീയവാദിയായിട്ടുള്ള വിദ്വേഷ പ്രചാരണപ്പോഴല്ലേ ഒരു പുനർവിചിന്തനം ഉണ്ടായത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം കൂടി വിലയിരുത്തണം വോട്ടിൻ്റെ കാര്യത്തിൽ. ലോക്സഭ അത് കേരള സമയം ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം CAA വിരുദ്ധ ക്യാമ്പയിൻ വളരെ കേമമായിട്ട് CPM നടത്തി. ശരിയായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു, അതിലെന്താ സംശയമുള്ളത്? CPM നടത്തേണ്ട ക്യാമ്പയിൻ തന്നെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ശബരിമല സമയത്ത് നവോത്ഥാനത്തിൻ്റെ ക്യാമ്പയിൻ CPM മാത്രമല്ല, CPMൻ്റെ പാർശ്വത്തിലെ ബുദ്ധിജീവികൾ മുഴുവൻ അന്ന് വലിയ പ്രചരണം, രാവിലെ മുതൽ വൈകുന്നേരം പ്രഭാഷണമായിരുന്നു. അത് കഴിഞ്ഞ് അത് നിർത്തിയപ്പോൾ ആ പരിപാടി നിർത്തിയവർ പോയി. ആ പരിപാടി നിർത്തിയപ്പോൾ നമുക്കെല്ലാവരും കേരളത്തിൽ നിർത്തിപ്പോയി. പിന്നെ നിശബ്ദതയാണ് കംപ്ലീറ്റ്. പിന്നെ വേറെ ഘട്ടത്തിലേക്ക് കിടന്നു. പിന്നെ CAA ബന്ധപ്പെട്ട് വലിയ സമരം, ശരിയായ സമരം തന്നെയായിരുന്നു, സമരം ശരിയായ മുദ്രാവാക്യമായിരുന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഗുണഫലമാണ് അതിന് പിന്നോട്ട് പോയി. ഫലസ്തീനായി ബന്ധപ്പെട്ട് ഇന്നും ഗാസയിൽ 23 വരെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ പ്രശ്നം ഉയർത്തി പിന്നീട് അതിന് പിന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ ലാക്കാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ വിപൽക്കരമായ കാര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ലോക്സഭയ്ക്ക് തുടർന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവിച്ചത് ഈഴവ സമുദായത്തെ, ഹിന്ദു സമുദായത്തൊക്കെ തന്നെ
തന്നെ ഇത് വലിയ നഷ്ടമാക്കുന്ന ഒരു സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കുന്നുള്ള കാലങ്ങളായിട്ട് സംഘപരിവാർ ഉന്നയിക്കുന്ന അതേ ആശയം, അതേ മൂശയിൽ, അതേ രീതിയിൽ. അപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്ത പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഇദ്ദേഹം കൊട്ടേഷൻ പ്രത്യേകതയുണ്ട്. ശശികലയും പി സി ജോർജ് എടുക്കുന്ന പോലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ ആ ആശയം എടുക്കുമ്പോൾ അതിൻ്റെ വ്യാപനം വേറെ രീതിയിലാണ്. അത് കേരളം മുഴുവൻ വ്യാപിക്കും. ഒരു സമുദായത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചെറിയൊരാളല്ല, പി സി ജോർജ് നടത്തുന്ന പോലെയല്ല, ശശികല നടത്തുന്ന പോലെയല്ല, അതിന് വ്യാപ്തി കൂടുതലാണ്. ഇത് സി പി എമ്മിന് മനസ്സിലാവാഞ്ഞിട്ടാണോ? സി പി എം അപ്പോൾ എന്താണ് ഇങ്ങനെ കിടുകിട ഭയപ്പെടുന്നത്? അദ്ദേഹത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയം തന്നെ, പേടി തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമായി പറയല്ലോ, ഇപ്പോൾ പ്രകാശ് മാഷ് വ്യക്തമായിട്ട് പറയുന്ന രാഷ്ട്രീയമുണ്ട്. എന്താണ് മതനിരക്ഷ രാഷ്ട്രീയം? ആർ എസിൻ്റെ രാഷ്ട്രീയം വെള്ളാപ്പള്ളി പറയുന്നത്. അതുകൊണ്ട് സംഗീതനെ വിളിക്കണം, സംഘപരിവാറുകാരെന്ന് വിളിക്കാൻ മടി. അപ്പോൾ ഇത്തരം ഈ കിടുകിട ഭയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ കേരളത്തെ ഈ വർഗീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യാഘാതം വിദൂരകാലത്തല്ല സമീപകാലത്ത് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. അത് സ്പർദ്ധ ആഴത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിലപാടെടുക്കേണ്ട സമയം നിലപാടെടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ചില്ലറയായിരിക്കില്ല. ശരി, കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ള ആലോചന ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ശ്രീ എം പ്രകാശിന് ഉത്തരങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ചില കണക്കുകളും എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാനുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.